തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ കഴിയാത്തതാണ് ചുവരെഴുത്തുകൾ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒന്നിലേറെ വർഷങ്ങൾക്ക് ശേഷം ചുവരെഴുത്തുകൾ മായുകയാണ് പതിവ്. എന്നാൽ കൊച്ചിയിലെ ഈ ചുവരെഴുത്തിന് പറയാനുള്ളത് പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള പോരാട്ടത്തെ കുറിച്ചാണ്. ഏകദേശം 65 കൊല്ലത്തിന് മുമ്പാട് എഴുതിയിട്ടുള്ള ഒരു ചുവരെഴുത്താണത്. ആ വായനശാലയിൽ ഞങ്ങളെല്ലാം ഒത്തുചേരാറുണ്ടായിരുന്നു. ഇടപ്പള്ളി പള്ളിയുടെ ഭാഗമായ ഈ 2 നില കെട്ടിടത്തിന് 110 വർഷത്തെ പാരമ്പര്യമുണ്ട് പറയാൻ. 1957 EM തോമസ് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നു. AV ജോസഫ് നിയമസഭയിലും. 2ാം നിലയിൽ പ്രവർത്തിച്ചു വന്ന മഹാത്മാ വായനശാലയിലെ ചെറുപ്പക്കാർ ഒത്തുചേർന്ന ചുവരെഴുത്തിന് നേതൃത്വം നൽകി. പിന്നീടത് മഹാത്മാ യൂത്ത് ക്ലബ്ബായി മാറി. പക്ഷേ എഴുത്തിനു മാത്രം മങ്ങലേറ്റില്ല. തോമസൊക്കെ ഇലക്ഷൻ നിൽക്കുമ്പോഴത്തേക്കുള്ള കാലഘട്ടത്തിലെ നടന്ന അതിൻ്റെ വലിയ അങ്ങേര പേരൊക്കെ ഉണ്ടാകും. അതുപോലെ AV ജോസഫ് പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കൊക്കെ ആയിട്ട് കാലഘട്ടത്തെ അതിജീവിച്ച ചുവരെഴുത്ത് പതിറ്റാണ്ടുകൾക്ക് മുൻപേയുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ കൂടി അടയാളപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ഇടപ്പള്ളി മാർക്കറ്റ് റോഡിലുള്ള ഈ ചുവര്. നമ്മളുടെ പാരമ്പര്യമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ അഭിമാനിക്കുന്നത്. ഇപ്പോൾ 110 വർഷമായി ഈ കെട്ടിടത്തിൽ കലാ, കായിക, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖർ പ്രവർത്തിച്ച കെട്ടിടമാണ് ഇടപ്പള്ളി പള്ളിയുടെ കീഴിലുള്ള ഈ കെട്ടിടം. ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു വന്ന കാലത്തിന്റെ മായാത്ത ഓർമ്മയാണ് ഈ ചുവരെഴുത്തുകൾ. ആ ചുവരെഴുത്ത് ഇപ്പോഴും മായാതെ സംരക്ഷിക്കപ്പെടുകയാണ്. അങ്ങനെ മാച്ചു കളയാൻ കഴിയുന്നതല്ല ചരിത്രമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അരുൺ ഹുണിയനൊപ്പം ഷീന മാർട്ടിൻ, ന്യൂസ് മലയാളം, കൊച്ചി.